ഇരിക്കടാ ദുഷ്ട നീ അവിടെയെന്ന്. ഒന്നാമത്തെ ദൂത്. എന്നിട്ട് രണ്ടാമത് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് നീ സഭായോഗത്തിന് വരുന്നതിന് മുന്നമേ നീ നിന്റെ ഭാര്യയെ പുറത്തിടിച്ചുവെന്നും അവളെ ആ നിന്റെ മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ടുണ്ടെന്നും ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് പറയുന്നു പറഞ്ഞു. മൂന്നാമത്തെ ദൂത് ഇങ്ങനെ പറഞ്ഞു, നീ നിന്റെ ഭവനത്തിൽ ചെല്ലത്തില്ല, വഴിവക്കിൽ വെച്ച് നിന്റെ കണ്ണ് കാക്ക കൊത്തിക്കൊണ്ട് പോകുന്നൊരു ദൂത് പറഞ്ഞു. ഭാര്യാപര യോനാപ്പച്ചൻ പ്രസംഗം നിർത്തി, പ്രസംഗിച്ചൊന്നുമില്ല, ദൂത് പറഞ്ഞു, എഴുന്നേറ്റു അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറി തിരികെ മടങ്ങിപ്പോയി. പോലീസ് ഇൻക്വസ്റ്റിന് വന്നപ്പോൾ രണ്ട് കണ്ണും അവിടെ ഉണ്ടായിരുന്ന കുറെ കാക്കകൾ കൊത്തി പറിച്ചു കളഞ്ഞു. ഞാൻ വല്ലവായിരുന്നെങ്കിൽ, ആ പറഞ്ഞ സാക്ഷ്യം ഞാനാ പറഞ്ഞിരുന്നെങ്കിൽ, ദൂത് ഞാനാ കേട്ടിരുന്നെങ്കിൽ അവിടെ നിന്ന് ഉരുകി ഞാൻ മരിച്ചു പോയനെ. ഞാനൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ബാംഗ്ലൂരിൽ ശുശ്രൂഷയ്ക്കായി പോയപ്പോൾ അവിടെയുള്ളൊരു ദൈവദാസൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമാ. വാര്യാപുരം യോനാപ്പച്ചൻ എല്ലാവർക്കും അറിയാമല്ലോ, അറിയത്തില്ലേ? കേട്ടിട്ടുണ്ടോ വാര്യാപുരം യോനാപ്പച്ചൻ? അമ്മേ, വാര്യാപുരം യോനാപ്പച്ചൻ ഒരു കുറുകിയ മനുഷ്യൻ എന്നാ പറഞ്ഞിട്ടുള്ളത്. അവൻ ഏകദേശം എന്റെ ഈ പൊക്കമേ അദ്ദേഹം വരത്തുള്ളൂ. ഇത്രയും രീതിയിൽ മുണ്ടൊക്കെ ഉടുത്ത് വലിയ ജുബയിട്ട് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. ദൈവമക്കളെ, വാര്യാപുരം യോനാപ്പച്ചൻ ഒരിക്കൽ ഒരു ഞായറാഴ്ച പകലിൽ ദൈവസനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാ പറഞ്ഞു, അഞ്ചലിന്റെ കിഴക്ക്, അഞ്ചലിന് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നെ ശ്രദ്ധിച്ചോ, അഞ്ചലിന്റെ കിഴക്ക് ഒരു ദൈവസഭയിൽ ചെന്ന് വേഗം നീ ദൈവത്തിന്റെ ദൂത് പറയണം. ഈ അപ്പച്ചന്റെ വാഹനത്തിൽ കയറി ദൈവാത്മാവ് പറഞ്ഞ ദൂതനുസരിച്ച് വേഗം ആ സഭയിൽ ചെല്ലുകയുണ്ടായി. സഭയിൽ ചെന്നപ്പോൾ ഇതുപോലെ തന്നെ ദൈവത്തിന്റെ ദാസൻ അദ്ദേഹത്തെ ആനയിച്ചു, ഫ്രണ്ടിൽ കൊണ്ടു നിർത്തി, വേഗം പ്രാർത്ഥന ആരംഭിച്ചു. എല്ലാ ദൈവമക്കളും കടന്നു വന്നു. എല്ലാ ദൈവമക്കളും കടന്നു വന്ന് ആരാധന കഴിഞ്ഞു, അദ്ദേഹം പ്രാർത്ഥന കഴിഞ്ഞു, സങ്കീർത്തന പ്രബോധനം പറഞ്ഞു. ഞാൻ ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ചില അപ്പച്ചൻ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ, അദ്ദേഹത്തിന് ദൈവത്തിനെ സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. സാക്ഷ്യമായി ഇന്ന് ദൈവദാസൻ ചോദിച്ചവർ ചോദിച്ചാൽ ആരെങ്കിലും പറയാനുണ്ടോ? പെട്ടെന്ന് ആരും എഴുന്നേറ്റില്ല. ഏറ്റവും പിറകിലിരുന്ന അച്ചായൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് സാക്ഷ്യമായി പറയാനുണ്ട്. പറഞ്ഞോളാൻ പറഞ്ഞു. അദ്ദേഹം ഒരു പാട്ട് പാടി സാക്ഷ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങിയപ്പോൾ വാര്യാപുരം യോനാപ്പച്ചൻ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇരിക്കടാ ദുഷ്ട നീ അവിടെയെന്ന്. ഒന്നാമത്തെ ദൂത്. എന്നിട്ട് രണ്ടാമത് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് നീ സഭായോഗത്തിന് വരുന്നതിന് മുന്നമേ നീ നിന്റെ ഭാര്യയെ പുറത്തിടിച്ചുവെന്നും അവളെ ആ നിന്റെ മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ടുണ്ടെന്നും ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് പറയുന്നു പറഞ്ഞു. മൂന്നാമത്തെ ദൂത് ഇങ്ങനെ പറഞ്ഞു, നീ നിന്റെ ഭവനത്തിൽ ചെല്ലത്തില്ല, വഴിവക്കിൽ വെച്ച് നിന്റെ കണ്ണ് കാക്ക കൊത്തിക്കൊണ്ട് പോകുന്നൊരു ദൂത് പറഞ്ഞു. മനസ്സിലായോ? ഇങ്ങനെ 3 ദൂത് പറഞ്ഞു. വാര്യാപുരം യോനാപ്പച്ചൻ പ്രസംഗം നിർത്തി, പ്രസംഗിച്ചൊന്നുമില്ല, ദൂത് പറഞ്ഞു, എഴുന്നേറ്റു അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറി തിരികെ മടങ്ങിപ്പോയി. ഞാൻ വല്ലവായിരുന്നെങ്കിൽ, ആ പറഞ്ഞ സാക്ഷ്യം ഞാനാ പറഞ്ഞിരുന്നെങ്കിൽ, ദൂത് ഞാനാ കേട്ടിരുന്നെങ്കിൽ അവിടെ നിന്ന് ഉരുകി ഞാൻ മരിച്ചു പോയനെ. പക്ഷെ ഈ അച്ചായൻ വേഗം സഭ ഇറങ്ങി റോഡിൽ ചെന്നു, ബസ്സിൽ കയറി. കാരണം അടുത്ത ഞായറാഴ്ച ഞാൻ എങ്ങനെ ആൾക്കാരെ വന്ന് കാണും? 2025 ഞാൻ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഈ അച്ചാൻ അത് ചിന്തിച്ചു, ദൈവമേ ഇനി ആരെല്ലാം ഇത് പ്രസംഗിക്കും? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ അച്ചാൻ ഇങ്ങനെ എന്റെ ഭാര്യയെ ഞാൻ ആ റൂമിൽ ചെല്ലണം, അവളോട് ക്ഷമ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ ബസ് ഒന്ന് വെട്ടി. നടന്ന സംഭവമാ. ബസ് ഒന്ന് വെട്ടി. ഇദ്ദേഹം ഫുട്ബോളിലാണ് നിന്നത്. അവിടെ നിൽക്കെ അദ്ദേഹം തെറിച്ച് വെളിയിലോട്ട് പോയി. KSEBയുടെ പോസ്റ്റ് ചെന്ന് തലയിടിച്ചു. ശരീരവും തലയും തമ്മിൽ വേർപെട്ടു പോയി. പോലീസ് ഇൻക്വസ്റ്റിന് വന്നപ്പോൾ 2 കണ്ണും അവിടെ ഉണ്ടായിരുന്ന കുറെ കാക്കകൾ കൊത്തി പറിച്ചു കളഞ്ഞു. ദൈവജനമേ, ഈ തിരുവചനത്തിന് ഒരു ശക്തിയുണ്ട്. ഈ തിരുവചനത്തിന് ഒരു ആധിപത്യമുണ്ട്. നമ്മൾ വിചാരിക്കും ഞാനും എന്റെ ദൈവവും തമ്മിൽ ഭായ് ബന്ധമാണെന്ന്. പക്ഷെ കർത്താവ് പറയുക അല്ലല്ലോ, ഞാനും എന്റെ ദൈവവും തമ്മിൽ വിശുദ്ധമായ ഒരു ബന്ധമായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തോട് പറയുക, ചേരിൽ കടന്ന് കുളിക്കുന്ന ഒരു പന്നിയെ പോലെ അല്ല പെന്തക്കോസ്തുകാരാകേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധിയോടെ, നിർമ്മലതയോടെ, സമർപ്പണത്തോടെ ജീവിക്കുന്ന ഒരു കൂട്ടം ദൈവജനമായി എഴുന്നേൽക്കുന്നിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ നടക്കുന്നത്. ദൈവജനമേ, ദൈവം ആഗ്രഹിക്കുന്ന അത് തന്നെയാ.
അമേൻ. ഇതിനകത്തളത്തിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, പാസ്റ്റങ്ങളോ അമേൻ എന്നെ വിളിച്ചവരാരും ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ദൈവാത്മാവിനോട് പറയാൻ പറഞ്ഞത് മുഴുവൻ ഞാൻ ഈ രാത്രി ദൈവജനത്തോട് പറഞ്ഞിട്ടേ ഇവിടുന്ന് കടന്നു പോകൂ. ദൈവമക്കളെ, നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സമർപ്പണമാണ്. നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ്. അമേൻ. ഞാനൊക്കെ ഞങ്ങളുടെ ചർച്ചിൽ ഡ്രം മാത്രമേ ഉള്ളൂ. ഞാൻ ആ ഡ്രം കൊട്ടുന്നതിനും പോലും അമേൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തന്നെ മാറ്റിയിരിക്കാന്ന് പറയും. മനസ്സിലായോ? കാരണം എന്റെ മമ്മി എന്നോട് പറയാറുണ്ട്, മമ്മിയുടെ ഒക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ അമേൻ അഭിഷേകം പ്രാപിക്കാത്ത ഡ്രം തൊട്ട് അടിയുടെ പൂരമാ. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോടെ കഴിവിലല്ല കാര്യം, ഈ രാത്രിയിൽ അഭിഷേകത്തിനാ കാര്യം. അമേൻ. ഞങ്ങളുടെ സെമിനാരിൽ പറയുന്ന ഒരു പദം ഞാൻ നിങ്ങളോട് പറയാം, മണ്ഡലം മാണിക്യമാക്കുന്ന ദൈവിക ശക്തി. അമേൻ. വള്ളത്തിലിരുന്നവനെ അമേൻ യേശുവിന്റെ ശിഷ്യനാക്കി ദൈവം ഉയർപ്പിച്ചെങ്കിൽ ഈ രാത്രി ഞാൻ ദൈവജനത്തോട് ഇതിനകത്ത് ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ ദൈവത്തോട് പറയാം, കർത്താവേ ഇന്ന് ഈ രാത്രി ഇതിനകത്തുള്ള ചില ദൈവപ്രവൃത്തി ഞങ്ങളുടെ സംഭവിക്കണമെന്ന് എത്ര ദൈവമക്കൾ ആത്മാവിൽ പറയുവാൻ കഴിയും? വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മശക്തിയോടെ പറ, എന്റെ യേശു ഈ രാത്രിയിൽ എനിക്ക് വേണ്ടി ഇതിനകത്ത് ഇറങ്ങി വരണമേ. ചില മണ്ഡലങ്ങളിൽ, ആത്മീക മേഖലകളിൽ, ശുദ്ധീകരണത്തിന്റെ മേഖലകളിൽ ആത്മാവിന്റെ ചലനം ഇതിനകത്ത് നടക്കണമേ എന്ന്